മഴ തോരും മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ആ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ വൈജയന്തി നോക്കുക, എന്തിനാ ഇവിടെ കൂടെ വന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇത് പറയുകയാണ് ശിവൻ്റെ അടുത്ത്. അപ്പോൾ ശിവൻ പറയുക, നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇല്ല, എല്ലാവരും വന്നു, പക്ഷെ എന്തിനാ ഇവിടെ വന്നേ? എനിക്കത് ഇഷ്ടമല്ല ഇവിടെ വരുന്നേ. ഈ വീട്ടിലെ അവൾക്ക് എന്തൊരു അവകാശം ഇരിക്കുക ഇവിടെ വരാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വൈജയന്തി പറയുന്നുണ്ട് വീണ്ടും, നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീട്ടിൽ വരാം, പക്ഷേ എന്ത് ധൈര്യം വെച്ചാൽ ഇങ്ങോട്ട് വന്നത്? നീ എനിക്ക് ഇവിടെ നിൽക്കാൻ നീ അനുവദിക്കൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, മേഡം വരണം, തിരിച്ച് വരണമെന്ന് വിളിക്കുന്നുണ്ട്. നീ ആരാ എന്നെ വിളിക്കാൻ? എനിക്കറിയാം വരണോ വേണ്ടയോ എന്ന്. നീ എന്നെ വിളിക്കേണ്ട കാര്യമില്ലെന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്? ചേച്ചി പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പോഴത്തേക്കും പറയുക, അപ്പം നിങ്ങൾക്ക് നിങ്ങളെ അമ്മ വേണമെന്നല്ല, നീ ചേച്ചിയുടെ വിലയാണ് നിങ്ങൾ കൽപ്പിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് രോഹിതും പറയുക, ഇല്ല, ഞങ്ങൾ അമ്മയെ വേണ്ടത്, അമ്മ തിരിച്ചു വരണം, ഞങ്ങൾ കൊണ്ടുപോകാനാണ് വന്നത്, അങ്കിളെ ഞങ്ങൾ അമ്മയെ കൊണ്ടുപോവുക എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട് ശിവൻ്റെ അടുത്ത്. ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുക. എന്നിട്ട് അലീനയുടെ ഒരു ചെറു പുഞ്ചിരിയോടെ ശിവൻ നോക്കുന്നുണ്ട്. പണ്ടാണെങ്കിൽ ദേഷ്യത്തോടെ എപ്പോഴും വഴക്ക് പറയുന്ന ശിവനായിരുന്നു അലീനെ. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി, എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ ശിവൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രത്യേക ഒരു തോന്നുന്നുണ്ട്, എന്താ ഇപ്പോൾ ഇവളുടെ അടുത്ത് ഇങ്ങനെ സിമ്പതി തോന്നാനെന്ന്. പണ്ടാണെങ്കിൽ അലീനയെക്കുറിച്ച് ഇവരെല്ലാവരും കൂട്ടം കൂടി എങ്ങനെ ഒഴിവാക്കാമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴത്തേക്കും ഇത്ര പ്രശ്നമില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ സ്നേഹത്തിൽ കൂടുതലാണല്ലോ എന്ന് ശിവൻ്റെ ഭാര്യ ചിന്തിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശിവൻ വീണ്ടും പറയുന്നുണ്ട്, അലീന സുഖമാണോ? ഇരിക്ക്, മോക്ക് ഈ വീടൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. മനുവിനെ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അവളുടെ അടുത്ത് ഇത്ര അന്വേഷിക്കുന്നതോ? പിള്ളേർ നിൽക്കുന്ന അവരുടെ അടുത്ത് ചോദിക്കേ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ചോദിച്ചു വരെയല്ലേ, ഞാനിപ്പോൾ അലീനയുടെ അടുത്ത് വിശേഷിച്ച് ചോദിച്ചതുകൊണ്ട് നിനക്കെന്താ? നീ ഒന്ന് മിണ്ടാതിരിക്കുക വൈജയന്തി എന്ന് പറയുന്നുണ്ട് ശിവൻ. ഇത് കേട്ട ഉടനെ മനു വരുന്നുണ്ട്. മനു കണ്ട ഉടനെ തന്നെ അലീനനെ ഇങ്ങനെ നോക്കിയിരിക്കുക, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുക സ്നേഹത്തോടെ. ഇത് കാണുമ്പോൾ തന്നെ വൈജയന്തിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു പന്തികേട്ട് തോന്നുന്നുണ്ടെന്ന്. എപ്പോഴും പറയും കാണാൻ വരുന്നത് അലീനയെ കാണാനല്ലേ നീ അവിടേക്ക് വരുന്നതെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അലീനയുടെ അവസ്ഥയും മനുവിൻ്റെ അവസ്ഥയും. ഓരോരോ കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞ് വഴക്കുണ്ടാക്കിയിരിക്കുന്ന സമയത്തായിരിക്കും മനു കയറി വരുന്നത്. എന്നാൽ അതൊന്നും ഇഷ്ടപ്പെടാതിരിക്കുന്ന വൈജയന്തിക്കാണെങ്കിൽ എപ്പോഴും ദേഷ്യം കൂടിക്കൂടി വരികയും ചെയ്യുന്നത്. ബാലചന്ദ്രനാണെങ്കിൽ എപ്പോഴും അതുപോലെ തന്നെ വൈജയന്തിയായിട്ട് വഴക്കായിരിക്കും. ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു എന്ന് വൈജയന്തി അവിടെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ശിവൻ പറയുക, നീ നിന്റെ വീട്ടിലേക്കാണ് തിരിച്ചു പോവേണ്ടത്, നീ ഇവിടെ നിൽക്കേണ്ടവളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയും, എനിക്ക് അവകാശപ്പെട്ട വീടാ, ഞാൻ പിന്നെ എവിടേക്ക് പോവാനാ? ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടിൽ നിന്ന് പോകണം, എന്നാൽ മാത്രമേ ഞാൻ ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോവുള്ളൂ എന്ന് വീണ്ടും പറയുന്നുണ്ട് വൈജയന്തി. ഇത് കേട്ട ഉടനെ വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഇതിൻ്റെ പേരിൽ വഴക്കൊന്നും കൂടരുത്, എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇവിടെ വന്ന് വഴക്കുണ്ടാക്കാനാണോ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത് എന്ന് ശിവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അലീന ഇരിക്കുമ്പോൾ തന്നെ അലീന നേരെ അമ്മൂമ്മയുടെ മുറിയിൽ പോകുന്നുണ്ട്. ആ സുഖമാണോ എന്നൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേക്ക് എന്നെ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും പറയുന്നുണ്ട്, എന്തായാലും മിണ്ടാതിരിക്കണം കേട്ടോ, എന്നാലും എന്നെ മനസ്സിലായോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീന പറയുന്നുണ്ട്, എന്നെ മറന്നോ അവിടെ കുറച്ച് ദിവസം നിന്നിട്ട് പോയപ്പോഴെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് മുത്തശ്ശി പറയുക, നിന്നെ അങ്ങനെ മറക്കാൻ പറ്റിയോ? അലീനയല്ലേ, നീ ഇങ്ങോട്ട് വന്ന് അടുത്തിരിക്കും മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സ്നേഹത്തോടെ വിളി കേട്ട് ഉടനെ എന്നെ അടുത്തേക്ക് പോയി ഇരുന്നിട്ട് പറയുന്നുണ്ട്, എന്താ നീ അവിടെ വിശേഷം? നിന്നെ കണ്ടിട്ട് കുറേ നേരം ആയല്ലോ, നേരത്തെ വന്നെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ എൻ്റെ അടുത്ത് വരാൻ വേണ്ടി എന്താ നിനക്കിത്ര താമസം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സംസാരം? നിന്നെ വീണ്ടും എങ്ങനെ പുറത്താക്കാന്നായിരിക്കും അല്ലേ? അപ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, ഇല്ല, ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ഇപ്പോൾ നല്ല സ്നേഹത്തിലായി, എന്നെ
ദേഷ്യത്തോടെ കണ്ടവരെല്ലാം ഇന്ന് എൻ്റെ ഒരു നല്ല സ്നേഹത്തോടെ പെരുമാറുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഭയങ്കര സന്തോഷം തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിനക്ക് കഴിയുമല്ലോ, അങ്ങനെയാണല്ലോ നീ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ഇത് കേട്ടതും അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തോ അർത്ഥം വെച്ചല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. പക്ഷേ മുത്തശ്ശിക്കാണെങ്കിൽ എല്ലാം അറിയാമെന്ന് ഒരു സത്യം അത് അലീനയ്ക്ക് അറിയില്ല. എന്നാൽ ഓരോ കാര്യത്തിനും ഞാൻ നിന്നെ അവിടെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഇവിടെയാണെങ്കിൽ നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നിൻ്റെ കാര്യം ഞാൻ എല്ലായിടത്തും അന്വേഷിക്കും, പക്ഷെ അവക്കാണെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും മടിയാണ്, നിൻ്റെ കാര്യം പറയുന്നത് തന്നെ ദേഷ്യമാണ്. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും മനു ഇവിടെ വരുമ്പോൾ ചോദിക്കും നിന്നെക്കുറിച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. മനു നിന്നെ കണ്ടായിരുന്നോ? കണ്ടു, സംസാരിച്ചു. എപ്പോഴും നിൻ്റെ കാര്യം പറയും മനു. അത് പാവോ അവൻ, അതുപോലെ തന്നെ നീയും പാവോ എനിക്കറിയാം. എന്തായാലും മോൾ അവിടെ തന്നെ നിൽക്കണം, ഒരിടവും പോണ്ട എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ അവിടെ നിന്ന് പോയാലല്ലേ വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ, പിന്നെ എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം ശരിയാവും, മോൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീന പറയുന്നുണ്ട്, മുത്തശ്ശി ഇനി അങ്ങോട്ടൊക്കെ ഇടയ്ക്ക് വന്ന് നിൽക്കണം കേട്ടോ, ഞങ്ങൾക്ക് കാണാനല്ലോ. അത് ഞാൻ ആലോചിക്കേണ്ടിയിരിക്കുന്നു. വൈജയന്തിരത്ത് പറയാ ഇനി പോകുമ്പോൾ എന്നെ കൂടെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോവാൻ. അവളപ്പോഴത്തേക്ക് എന്ത് പറയുമെന്നും അറിയില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്.